വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്ന് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഴുക്കുവരട്ടി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, കുക്കിംഗ് പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് അറിയാൻ പറ്റാത്തതായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞത്. വേറൊന്നല്ല, നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി. വഴുതനങ്ങ മെഴുക്കുവരട്ടി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ആ ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് ചൂട് ചോറിന്റെ കൂടെ ചേർത്ത് കഴിക്കുക. ഒരു ഒഴിച്ചുകറിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറികളൊന്നും ആവശ്യമില്ല. പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടി മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു അച്ചാർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറ് ഉണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഇഷ്ടമല്ലാത്ത ആളുകൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചില റെസിപ്പീസ് ഞാൻ ചെയ്യുമ്പോൾ പലരും എനിക്ക് കമന്റ് ചെയ്ത് തരുന്നുണ്ട്, നമ്മളിപ്പോൾ ആ റെസിപ്പി ചെയ്തു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജിൽ അത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് വരുമ്പോൾ ഫോട്ടോ നമ്മൾ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ മാത്രം സെൻഡ് ചെയ്ത് തന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ പേരും കൂടി അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോയും കൂടി എനിക്ക് ഷെയർ ചെയ്ത് തരാണെങ്കിൽ ഇന്ന ആളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ ചെയ്തു തരാണെങ്കിൽ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടേസ്റ്റ് ലാൻഡ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ടേസ്റ്റ് ലാൻഡ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഇടുന്ന എല്ലാ റെസിപ്പീസിന്റെയും ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോ ആണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ വേഗം തന്നെ എത്തുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകളുണ്ട്, എല്ലാ വീഡിയോകളും എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് വീഡിയോസ്. ഇപ്പോൾ പലർക്കും പല ചോയ്സ് ആയിരിക്കും. ചില ആളുകൾക്ക് കറികളായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് പലഹാരങ്ങളായിരിക്കും ഇഷ്ടം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ റെസിപ്പീസ് ഫ്രണ്ട്സിനും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഈ കൂടുതലായിട്ട് നമ്മുടെ റെസിപ്പികളെ കുറിച്ച് അറിയാൻ പറ്റും. അവർക്ക് അറിയാത്ത റെസിപ്പികൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത വറ്റൽമുളകാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സവോളയാണ് വഴുതനങ്ങയുടെ കൂടെ ചേർക്കുന്നത്. ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ 1 കിലോ വഴുതനങ്ങയ്ക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി പൊളിച്ചെടുത്തിട്ട് ചതച്ച് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വഴുതനങ്ങ കട്ട് ചെയ്യാം. വഴുതനങ്ങ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വഴുതനങ്ങ കട്ട് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ കളർ മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് കട്ട് ചെയ്യുമ്പോൾ തീരെ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്യാതിരിക്കുക, ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് വഴുതനങ്ങ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ പോവുകയാണെങ്കിൽ വഴുതനങ്ങയുടെ കളർ വേഗം മാറിപ്പോവും. അപ്പോൾ വെള്ളം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം വഴുതനങ്ങ കട്ട് ചെയ്യുക. വഴുതനങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യില്ല. വഴുതനങ്ങയുടെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാ വഴുതനങ്ങയും പുറമെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഇൻസൈഡിൽ കുറെ മോശമായിട്ടുണ്ടാവും. ഇതിന്റെ ഇൻസൈഡ് കുഴപ്പമില്ല, ചില വഴുതനങ്ങയുടെ ഇൻസൈഡ് മോശമായിരിക്കും. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് നല്ല വഴുതനങ്ങ ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ വഴുതനങ്ങ ഒരു മീഡിയം വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്യുക. തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്, അതുപോലെ തന്നെ വലിയ പീസായിട്ടും കട്ട് ചെയ്യരുത്. നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്, ചട്ടിയുടെ ചൂടിലാണ് വഴുതനങ്ങ കുക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് വഴുതനങ്ങ വലിയ പീസായി പോയിട്ടുണ്ടെങ്കിൽ കുക്കാവാൻ ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കുക. വേഗം കളർ ചേഞ്ച് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങി. അതുകൊണ്ട് വേഗം കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക.
ഇപ്പോൾ നമ്മൾ അടുത്ത വഴുതനങ്ങ എടുത്തു. അതിൻ്റെയും ഇൻസൈഡ് നല്ലതാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചെറിയ പീസാക്കുക. അത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിലെടുത്ത് സൂക്ഷിച്ച് നോക്കുക. ഒരു കറുത്ത പാടുണ്ടാവും. ആ ഒരു പോർഷനൊക്കെ വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം. ആ ബ്ലാക്ക് കളറിൽ വരുന്നത് അത് ചെറുതായിട്ട് വഴുതനങ്ങയുടെ ഇൻസൈഡ് കംപ്ലൈന്റ് ആയി തുടങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കാന്ന് പറയുന്നത്. ചെറിയ ചെറിയ ബ്ലാക്ക് കളറേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ സൈഡ് മോശമായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ ഇവിടെ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ടാണ്. അതിന് ഒരു പീസായിട്ട് കട്ട് ചെയ്ത് കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പീസായിട്ട് കട്ട് ചെയ്ത് കാണിച്ചത്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ സവാളയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ മുഴുവനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടിരുന്ന ബൗളിൽ കൊള്ളില്ലായിരുന്നു. വെള്ളവും വഴുതനങ്ങയും മുഴുവനും കൂടി ആകുമ്പോൾ ചെറിയ ബൗളല്ലേ, അതിൽ മുഴുവനും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആയത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ആയി പോകുന്നത്. ഇപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടി റെഡിയാക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ സവോളയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇരുമ്പിന്റെ ചട്ടിയിലാണ് മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എല്ലാം മെഴുക്കുവരട്ടിയും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കടുക് പൊട്ടിച്ചിട്ടാണ് വഴുതനങ്ങ മെഴുക്കുവരട്ടിയും ചെയ്യുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ ചേർക്കുമ്പോൾ വെള്ളം ഒന്ന് പതുക്കെ പിഴിഞ്ഞതിന് ശേഷം ചേർക്കുക. വെള്ളത്തിൽ നിന്ന് അങ്ങനെ തന്നെ നമ്മൾ വാരിയിടരുത്. അപ്പോൾ ആ വെള്ളം പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ വഴുതനങ്ങ കുഴഞ്ഞു പോവും. വെള്ളം വഴുതനങ്ങയിൽ നിന്ന് നന്നായിട്ട് വിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കരുത് കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കളർ ചേഞ്ച് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ മുഴുവനും വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. ഇതിലേക്ക് നമ്മളിനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക 1/2 കിലോ വഴുതനങ്ങ ആകുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം വഴുതനങ്ങ ഒന്ന് കുക്കായി തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മുളകും ചേർക്കുള്ളൂ. അപ്പോൾ മുളക് പൊടിയാണെങ്കിലും വഴുതനങ്ങ കുക്കായി തുടങ്ങിയതിന് ശേഷം മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷമാണ് വഴുതനങ്ങ ഇട്ട് കൊടുത്തത്. കടുക് പൊട്ടിയപ്പോൾ ഫ്ലെയിം കുറച്ചു. അതിന് ശേഷം നമ്മൾ വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് കൊടുത്തു. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ 2 രീതിയിൽ മെഴുക്ക് വരട്ടി ചെയ്യാം. നമുക്കിപ്പോൾ നന്നായി കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു തുടങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ചില ആളുകൾക്ക് വഴുതനങ്ങ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് അധികം കുഴയുന്നത് ഇഷ്ടമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 2 രീതിയിലും കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ വഴുതനങ്ങ എല്ലാ സൈഡും ഒരുപോലെ കുക്കായി വരുള്ളൂ. ഇല്ലെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചും കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അടച്ചു വെക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടച്ചു വെക്കുന്നുള്ളൂ. നമ്മൾ മുളകും കൂടി ചേർത്തിട്ട് അടച്ചു വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വഴുതനങ്ങ ഇട്ട് വെച്ചിരുന്ന വെള്ളം കണ്ടോ, ഈ കളറായ വെള്ളത്തിന്. അപ്പോൾ നമ്മൾ വഴുതനങ്ങ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കളറിൽ കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും നമ്മുടെ വഴുതനങ്ങയുടെ കളറായി വരുന്നത്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം എടുത്ത് വെച്ചത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ നമുക്ക് ഈ മെഴുക്കുവരട്ടി ചെയ്യുമ്പോൾ ഇതുപോലെ അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയും മുളക് പൊടിയും കൂടി ചതച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ചതച്ചതിന് ശേഷം മുളക് പൊടി ചേർക്കാം. അങ്ങനെ ചെയ്തിട്ടും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സവോള എടുത്തത്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി ചേർക്കുമ്പോൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ കുക്കായി തുടങ്ങി. വഴുതനങ്ങ കുക്കായി തുടങ്ങി എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങും. അപ്പോഴാണ് വഴുതനങ്ങ കുക്കായി തുടങ്ങുന്നത്. ഇതിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടില്ല. അതുപോലെ ഉപ്പും മുളകും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ മെഴുക്കുവരട്ടി കാണാൻ ഭംഗിയുള്ള ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇല്ലെങ്കിൽ ചതച്ച മുളകും കാശ്മീരി ചില്ലി പൗഡറും ഒരുമിച്ച് ചേർക്കാം. അപ്പോഴും കുറച്ചുകൂടി കളർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവനുസരിച്ച് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മെഴുക്കുവരട്ടി റെഡിയാക്കി നോക്കിയിട്ട് കാണാൻ അത്രയ്ക്ക് ഭംഗി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്തത്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ എരിവും കൂടി ചെറുതായിട്ട് വരും. ഇനിയിപ്പോൾ ഇതൊന്നും കുഴഞ്ഞ രീതിയിലാണ് ഞാൻ മെഴുക്കുവരട്ടി ആക്കി എടുക്കാൻ പോകുന്നത്. വല്ലാതെ അങ്ങ് കുഴഞ്ഞ രീതിയിലല്ല, ചെറുതായിട്ട് കുഴഞ്ഞു വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കാണാൻ അത്ര ഭംഗിയുള്ള കളറല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചതച്ച മുളക് ആയതുകൊണ്ടാണ് കാണാൻ ഭംഗിയുള്ള കളറല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ പോവുകയാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിൽ കാണാൻ ഭംഗിയുള്ള ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇല്ല, നമ്മളിപ്പോൾ വീട്ടിൽ സാധാരണ ചോറിന് കറിയായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഭംഗിയുള്ള കളർ വേണ്ട, ടേസ്റ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചതച്ച മുളക് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മുളക് പൊടി കുക്കായിക്കോളും. കുക്കാവില്ലല്ലോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യും. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ റോ ടേസ്റ്റ് വരില്ല. ധൈര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം. പിന്നെ കറക്റ്റായിട്ട് കുക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം ചേർത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ആ റോ ടേസ്റ്റ് നിൽക്കും. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യാം. വഴുതനങ്ങ കുക്കായി വരുന്നതനുസരിച്ച് വഴുതനങ്ങയുടെ അളവ് വീണ്ടും കുറഞ്ഞു തുടങ്ങും. വഴുതനങ്ങ ചുരുങ്ങി വരും. ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റായി. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു. വീണ്ടും അടച്ചു വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് തുറക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി കറക്റ്റ് ആയിട്ടുണ്ട്. വഴുതനങ്ങ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വഴുതനങ്ങ കുക്കായി വന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് വല്ലാതെ കുഴഞ്ഞ രീതിയിലല്ല ഇരിക്കുന്നത്, ചെറുതായിട്ടേ കുഴഞ്ഞിട്ടുള്ളൂ. ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കുഴഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വഴുതനങ്ങ കുക്കായത് കാണിച്ചു തരാമെന്ന് പറഞ്ഞുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴുതനങ്ങ എടുക്കുക. നമ്മളിപ്പോൾ പാനിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കട്ടായി വരുന്നുണ്ടോ നോക്കുക. കറക്റ്റായിട്ട് കട്ടായി വരുന്നുണ്ടെങ്കിൽ വഴുതനങ്ങ കുക്കായിട്ടുണ്ട്. പിന്നെ കുക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അറിയാം വഴുതനങ്ങ കാണുമ്പോൾ തന്നെ അതെങ്ങനെയാണ് കുക്കായിട്ടുള്ളത് എന്നുള്ളത്. ഇതുപോലെ വഴുതനങ്ങയുടെ അരികളൊക്കെ നന്നായിട്ട് മിക്സായി നമ്മുടെ മെഴുക്കുവരട്ടി മൊത്തത്തിൽ വഴുതനങ്ങയുടെ അരികൾ ഉണ്ടാവും. പിന്നെ കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത്. ഇതുണ്ടോ, കട്ടായി വന്നു, 2ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഉപ്പ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എരിവ് കുറവാണെങ്കിൽ എരിവ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്നതിന് മുന്നേ തന്നെ എരിവ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപ്പ് ഈ സമയത്താണെങ്കിലും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റിയ കറിയാണ്. ചൂട് മാറേണ്ട ആവശ്യമില്ല. നമ്മുടെ നാടൻ കറികൾ എപ്പോഴും ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയിലെല്ലാം നന്നായിട്ട് എണ്ണയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വഴുതനങ്ങ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ നല്ല തിളക്കം ഉണ്ടാവും. മെഴുക്കുവരട്ടി കറക്റ്റായിട്ട് കുക്കായി കറക്റ്റ് അളവിലാണ് നമ്മൾ എണ്ണയൊക്കെ ചേർത്തിരിക്കുന്നതെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളക്കുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വഴുതനങ്ങ മെഴുക്കുവരട്ടി. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ചോറിൻ്റെ കൂടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.